മൈ ഡിയർ മക്കളെ, മൈ ഡിയർ എക്സാം വിന്നർ ഫാമിലി. അറിയാലോ, അർജുൻ സാറാണേ നമ്മുടെ USS പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് വിഭാഗങ്ങളിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. അതായത് ആനുകാലികമായി നടന്ന കാര്യങ്ങൾ, വളരെ റീസെൻ്റ് ആയിട്ടുള്ള നടന്ന കാര്യങ്ങൾ ചോദ്യത്തിൻ്റെ രൂപത്തിൽ നമുക്ക് നൽകും. എന്നിട്ട് നമ്മൾ അതിന് ഉത്തരം കണ്ടെത്തണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കറണ്ട് അഫയേഴ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ, നന്നായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ യാതൊരു ടെൻഷനും വേണ്ട. അതൊക്കെ ബേസ് ചെയ്തിട്ട് മാത്രമേ ചോദ്യങ്ങൾ വരികയുള്ളൂ. അപ്പം വരാൻ സാധ്യതയുള്ള ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഒരു ചോദ്യങ്ങളുടെ രൂപത്തിൽ നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് മുഴുവൻ വീഡിയോ ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യരുത്. ഇത് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യം, ഒരു ചാലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ഞാൻ ഓരോ ചോദ്യം കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പോസ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം ഒന്ന് സ്വയം കണ്ടെത്താൻ നോക്കണേ. റെഡി? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വെൻ വാസ് കേരള ഡിക്ലെയർഡ് ആൻ എക്സ്ട്രീം പോവർട്ടി ഫ്രീ സ്റ്റേറ്റ്? എന്നാണ് കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്? എന്നാണ്? 4 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, 2025 നവംബർ 1, 2025 ഡിസംബർ 1, 2025 നവംബർ 14, 2025 ഡിസംബർ 25. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്ത് ചെയ്യുക? ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് സ്വയം ഉത്തരം കണ്ടെത്താൻ നോക്കിയേ. ഉത്തരം 2025 നവംബർ 1. അതായത് കേരളപ്പിറവി ദിനത്തിൽ 2025 കേരളപ്പിറവി ദിനത്തിലാണ് കേരളം എക്സ്ട്രീം പോവർട്ടി അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഉത്തരം കിട്ടിയോ? ഓക്കെ, ഇല്ലെങ്കിൽ ഇപ്പം പഠിച്ച് മനസ്സിലാക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഇസ് ദ വിന്നർ ഓഫ് ദ 2025 ബുക്കർ പ്രൈസ്? ആരാണ് 2025 ബുക്കർ പ്രൈസ് ജേതാവ്? ആരാണ്? 4 ഓപ്ഷൻ ഇവിടെ കാണാം. കണ്ടില്ലേ? പോൾ ലിഞ്ച്, ഡേവിഡ് സൊലെ, ഷഹനാൻ കരുണതിലകെ ആൻഡ് ഡാമൻ ഗാൽഗുട്ട്. ആരാണ്? ഉത്തരം ഡേവിഡ് സൊലെ. ഇദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ഫ്ലഷ് എന്ന പുസ്തകത്തിനാണ് ബുക്കർ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, ഡേവിഡ് സൊലെയാണ് ബുക്കർ പ്രൈസ് നേടിയത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്, സമ്മാനം നേടിയ പുസ്തകത്തിൻ്റെ പേര് ഫ്ലഷ് എന്നാണ്. ഓൾറൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has been appointed as the 26th Governor of the Reserve Bank of India, RBI? RBIയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. ഉത്തരം പറഞ്ഞേ. 4 ഓപ്ഷൻസ് ഉണ്ട്. എ ശക്തി കണ്ഠാദാസ്, ബി ഊർജിത് പട്ടേൽ, സി സഞ്ജയ് മൽഹോത്ര, ഡി രഘുറാം രാജൻ. ഉത്തരം സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്രയാണ് ഉത്തരം. പഠിച്ചില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ വൺ ദ നൊബേൽ പീസ് പ്രൈസ് 2025? 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? ഇപ്പം അടുത്തൂടെ ഇവരുടെ പേര് വാർത്തകളൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. 4 ഓപ്ഷൻസ് തരാം. നർഗീസ് മൊഹമ്മദി, നിയോൺ ഹിദാൻകിയോ, മരിയ കോർണിയ മച്ചാഡോ, ആലീസ് ബിലിയാസ്കി. ഉത്തരം മരിയ കോറിന മച്ചാഡോ. ഓക്കെ, മരിയ കോറിന മച്ചാഡോ ആണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ വൺ ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ? സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം 2025 കിട്ടിയത് ആർക്കാണ്? നോക്കൂ. ഹാൻ കാങ്, ജോൺ ഫോസെ, ലസാറോ ക്രാസ്നഹ്കോയ്, ഹരൂക്കി മുറാക്കമി. ഏതാണ്? നമ്മളെ ഒന്ന് കൺഫ്യൂഷൻ ചെയ്യുന്ന ആ പേരാണ് ലസാലോ കരസ്നാ ഹൊറാക്കി. ഓൾറൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the first person of Indian origin to become the mayor of New York? ന്യൂയോർക്കിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ്? വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു, പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, വലിയ വലിയ വാർത്തകൾ തന്നെ ഉണ്ടായിരുന്നു. 4 ഓപ്ഷൻസ് തരാം. രാജാ കൃഷ്ണമൂർത്തി, ജൊഹറാൻ മംദാനി, വിവേക് രാമസ്വാമി, അരുണ മില്ലർ. ഉത്തരം കിട്ടിയോ? ജൊഹറാൻ മംദാനിയാണ് ന്യൂയോർക്കിലെ ഇന്ത്യൻ വംശജനായിട്ടുള്ള ആദ്യത്തെ മേയറാണ് ഇദ്ദേഹം. ന്യൂയോർക്ക് അമേരിക്കയിലാണ്. വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദ G20 സമ്മിറ്റ് ഇൻ 2025? 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ബ്രസീൽ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, USA. ഒന്ന് പോസ് ചെയ്തിട്ട് ഉത്തരം പറഞ്ഞു നോക്കിയേ. ഉത്തരം സി, സൗത്ത് ആഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്കയാണ് 2025 G20 സമ്മിറ്റിന് വേദിയായത്. നെക്സ്റ്റ്. ഹൂ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ആരാണ്? 4 ഓപ്ഷൻ തരാം. യശ്വർദ്ധൻ കുമാർ സിൻഹ, ഹീരാലാൽ സമാരിയ,
രാജ്കുമാർ ഗോയൽ, രാധാകൃഷ്ണ മാത്തൂർ. പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടും. ഉത്തരം ശ്രീ രാജ്കുമാർ ഗോയലാണ്, മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഓക്കെ. വിച്ച് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് മാൻഡ് ഡീപ്പ് ഓഷ്യൻ മിഷൻ? ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആഴക്കടൽ മുങ്ങൽ ദൗത്യത്തിൻ്റെ പേരെന്താണ്? എ ഗഗൻയാൻ, ബി സമുദ്രയാൻ, സി സാഗർമാല, ഡി ഡീപ്പ് ഓഷ്യൻ മിഷൻ. എന്താണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര്? ആഴക്കടലിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന പ്രോജക്റ്റിൻ്റെ പേര്. ഉത്തരം കിട്ടിയോ? ഉത്തരം സമുദ്രയാനാണ്. ഇതിനകത്താളിങ്ങനെ കയറിയിട്ട് നമ്മൾ ഡീപ്പ് ഓഷ്യൻ, കടലിൻ്റെ അടിയിലോട്ട് ചെല്ലും. In which city is India's first energy museum being established? ഇന്ത്യയിലെ ആദ്യത്തെ ഊർജ മ്യൂസിയം നിലവിൽ വരുന്ന നഗരം ഏതാണ്? 4 ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. എല്ലാം ഒരുപോലെ തോന്നിക്കും അല്ലേ? ലക്നൗ ഉണ്ട്, പട്നയുണ്ട്, അഹമ്മദാബാദ് ഉണ്ട്, ഇൻഡോർ ഉണ്ട്. ഏതാണ് വരിക? വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു, വരാൻ പോകുന്നതാണ് ഒരു ഊർജ മ്യൂസിയം. യെസ്, ഉത്തരം പട്നയാണ്. ബീഹാറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പട്നയിലാണ് ഈ ഒരു മ്യൂസിയം വരാൻ പോകുന്നത്. Which project will make all services available online through local government bodies in Kerala? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? നമ്മൾ ധാരാളം കേട്ട കെ ഫോൺ ഉണ്ട്, കെ സ്മാർട്ട് ഉണ്ട്, കേരള ഫൈബർ ഉണ്ട്, ഈ ഗ്രാമയുണ്ട്. ഏതാണ് ഉത്തരം? കിട്ടിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉത്തരം കെ സ്മാർട്ടാണ്. കെ സ്മാർട്ട് വഴിയാണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ, ലോക്കൽ സെൽഫ് ബോഡീസൊക്കെ ഇപ്പം അവർ ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ, സേവനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കെ സ്മാർട്ട് മറക്കരുത്. On which date did the Prime Minister dedicate the Vizhinjam International Seaport to the nation? ഏത് തീയതിയിലാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ചത്? മെയ് 22, 2024, മെയ് 2, 2025, ഡിസംബർ 3, 2024, ജനുവരി 1, 2026. ഈ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചൊക്കെ വാർത്തകൾ ഒരുപാടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഉത്തരം മെയ് 2, 2025. മെയ് 2, 2025 ഉദ്ഘാടന കർമ്മം കഴിഞ്ഞത്, രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. Which city hosted the 17th BRICS Summit in 2025? 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണെന്ന്? 1 കസാൻ റഷ്യ, ബി റിയോ ഡി ജനീറോ ബ്രസീൽ, ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്ക, ആൻഡ് ഡി ന്യൂഡൽഹി ഇന്ത്യ. ഇതിൽ നിന്നും 2 അറിവുകളും കൂടെ നമുക്ക് കിട്ടും. ഉത്തരം റിയോ ഡി ജനീറോ ആണ്. ബ്രിക്സ് എന്ന് കഴിഞ്ഞാൽ ഇത് ഒരു 3-4 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഉത്തരം കിടപ്പുണ്ട്. ബി ഫോർ ബ്രസീൽ. ബി ബ്രസീൽ, ആർ റഷ്യ, ഐ ഇന്ത്യ, സി ചൈന, എസ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 2 അറിവുകൾ ഇതിൻ്റെ കൂടെ ഒപ്പിച്ച് പഠിച്ചു. ബ്രിക്സ് എന്നാൽ ഇതാണ് ഫുൾ ഫോം. ഇപ്രാവശ്യത്തെ 2025 ബ്രിക്സ് ഉച്ചകോടി നടന്നത് ബ്രസീലിലാണ്, റിയോ ഡി ജനീറോയിൽ. Who is the current chairman of the Indian Space Research Organization? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, നമ്മുടെ ISRO ഇല്ലേ, ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? എ കെ ശിവൻ, ബി എസ് സോംനാഥ്, സി എസ് കിരൺകുമാർ, ഡി ഡോക്ടർ വി നാരായണൻ. ഇതിൽ ഏതാണ് വരിക? വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു, ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. സോ ദ ആൻസർ ഈസ് ഡോക്ടർ വി നാരായണൻ. ക്ലിയർ അല്ലേ? യെസ്. Which district in India is home to the country's first fully paperless digital judicial district? നോക്കൂ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ പേപ്പർ രഹിത ഡിജിറ്റൽ ജുഡീഷ്യൽ ഡിസ്ട്രിക്റ്റായി മാറിയ ജില്ല ഏതാണ്? ഏത് ജില്ലയിലാണ് പേപ്പർ രഹിത കോടതികൾ വന്നിട്ടുള്ളത്? പേപ്പർ രഹിത കോടതികൾ എല്ലാം ഡിജിറ്റലായി. പിന്നെ ഐപാഡും ഫോണൊക്കെ വെച്ചിട്ടായിരിക്കും ഇനി അവിടെ കേസും കാര്യങ്ങളൊക്കെ നടക്കുക. 4 ഓപ്ഷൻ ഉണ്ട്: കൊല്ലം, വയനാട്, എറണാകുളം, ഇൻഡോർ.
ഉത്തരം വയനാടാണ്. വയനാടാണ്. What is the new name of Raj Bhavan, the official residence of the governors in the country? രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ് ഭവൻ്റെ പുതിയ പേരെന്താണ്? ഇതും പുതിയതായിട്ട് കുറേ തവണ വാർത്തയിലുണ്ടായിരുന്നു. ഒരുപാട് പേര് മാറ്റുന്നുണ്ട് പല കാര്യങ്ങളുടെയും. അപ്പം അതിലും പ്രധാനമായിട്ടുള്ളൊരു മാറ്റമാണിത്. നോക്കൂ, 4 ഓപ്ഷൻസ് കാണാം. എ ലോക് ഭവൻ, ബി സംവിധാൻ ഭവൻ, സി ഭാരത് ഭവൻ, ഡി രാഷ്ട്രപതി നിവാസ്. സിമ്പിളായിട്ടൊരു കോഡ് പറഞ്ഞുതരാം. രാജ്യസഭ, ലോകസഭ എന്നില്ലേ? അപ്പോൾ രാജ്യസഭയുടെ ഓപ്പോസിറ്റ് ആലോചിക്കുക. ദ ആൻസർ ഈസ് ലോക് ഭവൻ. മുമ്പ് രാജ് ഭവൻ എന്നായിരുന്നു, ഇപ്പോൾ അത് മാറ്റി എന്താക്കി? ലോക് ഭവൻ എന്നാക്കി മാറ്റി. വാട്ട് ഈസ് ദ ന്യൂ നെയിം ഓഫ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്? പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ PMOയുടെ പേരെന്തായിട്ടാണ് പുനർനാമകരണം ചെയ്തത്? എന്ത് പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ലോക് കല്യാൺ കാര്യാലയ, ബി സേവാ തീർത്ത്, സി പ്രധാനമന്ത്രി സദൻ, ഡി ഭാരത് സേവാ കേന്ദ്രം. ഓപ്ഷൻ ബി സേവാ തീർത്താണ് കേട്ടോ. ഉത്തരം സേവാ തീർത്ത്. Which space mission brought Indian astronaut Shubhanshu Shukla to the International Space Station in 2025? 2025 ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിച്ച ദൗത്യത്തിൻ്റെ പേരെന്താണ്? വാർത്തകളുണ്ടായിരുന്നു. നോക്കൂ, 4 ഓപ്ഷൻ. ഗഗൻയാൻ 1, ബി ആക്സിയോം മിഷൻ 4, ഓപ്ഷൻ സി ചന്ദ്രയാൻ 4 ആൻഡ് ഡി ആർടെമിസ് 2. ഏതാണ്? യെസ്, നിങ്ങൾക്കറിയുന്ന ഉത്തരം തന്നെയാണ്. ആക്സിയോം 4ലാണ് അദ്ദേഹം ISSലേക്ക് പോയത്. ഹൂ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി 2025? ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി 2025 നിയമിതനായത് ആരാണ്? എ പ്രേംകുമാർ, ബി റസൂൽ പൂക്കുട്ടി, സി കമൽ, ഡി രഞ്ജിത്ത്. ഇതേ പേരുകാരനാണ് ഓസ്കാർ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. അദ്ദേഹമാണ് റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയാണ് ശബ്ദമിശ്രണത്തിന്, സൗണ്ട് മിക്സിങ്ങിനാണ് ഇദ്ദേഹത്തിന് മുൻപ് ഓസ്കാർ 2008 ലഭിക്കുന്നത്. Which is the first state in India to achieve full digital literacy? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ്? കേരള, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര. കർണാടക, കേരള, തമിഴ്നാട്, മഹാരാഷ്ട്ര. ലിറ്ററസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, കേരളമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ ആൻസർ കേരളമാണ്. ഓക്കെ, അപ്പം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പുത്തൻ അറിവുകളും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം ഇതുപോലുള്ള കറണ്ട് അഫെയർസൊക്കെ പത്രങ്ങൾ നോക്കുക. അതുപോലെ തന്നെ മാഗസീനുകൾ വരാനുണ്ട്, മാഗസീനുകൾ നിങ്ങൾ നോക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന USS പരീക്ഷയുടെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്, മുഴുവൻ മാർക്കും നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേരുകയാണ്. തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.